നമ്മൾ ഈ തിരുവോണത്തിൻ്റെ ഒരു തിരക്കിലും വക്കിലുമാണ് നിൽക്കുന്നത്. ഈ തിരുവോണവും ഇതുമായി ബന്ധപ്പെട്ട് ചില ഒന്ന് രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. തിരുവോണത്തെ ഞാൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായിട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നതൊരു പൊളിറ്റിക്കൽ മെമ്മറി എന്ന്. തിരുവോണം ഒരു പൊളിറ്റിക്കൽ മെമ്മറിയാണ്, രാഷ്ട്രീയ സ്മരണയാണ്. എന്താണ് രാഷ്ട്രീയ സ്മരണയായി നമ്മൾ തന്നെ കാണേണ്ടതിൻ്റെ കാര്യം? നമ്മളിപ്പോൾ കേരളത്തിലൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തി ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. കള്ളവും ചതിയുമില്ലാതെ ഒരു രാജ്യം ഭരിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഭരണമായിരുന്നു. ഒരു മെച്ചപ്പെട്ട ഒരു ഭരണം കാഴ്ചവെച്ച എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഈ മിത്തുകളിൽ പറയുന്ന അദ്ദേഹം ഈ അശ്വമേധ യാഗം നടത്തി ആളുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വാമനൻ വരുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ വാമനൻ വന്നിട്ടാണ് അദ്ദേഹത്തോട് ഈ മൂന്നടി സ്ഥലം ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും രണ്ടും സ്വർഗവും ഭൂമിയും പകുത്ത് കഴിഞ്ഞു, ഇനി എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ശിരസ് കാട്ടിക്കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു ഭരണാധികാരിയുടെ ഞാൻ പറയും, ഇങ്ങനൊരു ഭരണാധികാരി ലോകത്തുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് കരുതും. കാരണം എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത് കൊടുക്കാൻ പുരയിടമില്ല. ഒരു ചെറിയ മനുഷ്യനാണ് അല്ലേ വാമനൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ മിത്ത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മനുഷ്യനാവുന്നു. ആ ചെറിയ മനുഷ്യന് ഒരടി സ്ഥലം കൊടുക്കാനൊരു രാജാവിനില്ല എങ്കിൽ ആ രാജാവ് തീർച്ചയായിട്ടും രാജിവെച്ച് പോകണം. റൈറ്റ്? എനിക്ക് രാജപദവി വേണ്ട എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ പോകാം. പക്ഷേ ഇവിടെ നമ്മുടെ രാജാവ് മഹാബലി ചക്രവർത്തി ചെയ്തത്, എനിക്ക് രാജപദവിയും വേണ്ട ജീവിതവും വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അദ്ദേഹം പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതൊരു നല്ല പൊളിറ്റിക്കൽ മെമ്മറിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓണം ഇങ്ങനെ ഗംഭീരമായി ആഘോഷിക്കും. നമ്മൾ ഈ പൊളിറ്റിക്കൽ സയൻസിൽ പറയും, എല്ലാ പൊളിറ്റിക്കൽ മെമ്മറിയും ഒരു കൾച്ചറൽ മെമ്മറി ആവില്ല എന്ന് പറയും. ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങളുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം ഒരു സാംസ്കാരിക സ്മരണയായി മാറില്ല. ഈ പൊളിറ്റിക്കൽ മെമ്മറി ഒരു സാംസ്കാരിക സ്മരണയാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒക്കെ നയിക്കുന്ന ഒരു സാംസ്കാരിക സ്മരണയായി കേരളത്തിൽ ഈ ഓണം മാറിയിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ മെമ്മറി ഒരു കൾച്ചറൽ മെമ്മറി ആകുമ്പോൾ, ഈ സോഷ്യോളജിസ്റ്റായിട്ടുള്ള എമിൽ ഡർഖീം പറയും, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മെമ്മറി ഒരു കൾച്ചറൽ മെമ്മറി ആകുമ്പോൾ ആ കൾച്ചറൽ മെമ്മറി ഒരു കളക്റ്റീവ് മെമ്മറി സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എമിൽ ഡർഖീം പറയുന്നുണ്ട്. സോഷ്യോളജിസ്റ്റ് അദ്ദേഹം. എമിൽ ഡർഖീം പറയും, ഒരു പൊളിറ്റിക്കൽ മെമ്മറി ഒരു കളക്റ്റീവ് മെമ്മറിയായി കഴിയുമ്പോൾ അത് ജനങ്ങളെ അതിനെ ആഘോഷത്തിലേക്ക് നയിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു കൾച്ചറൽ എഫർവെസൻസ് ഉണ്ടാക്കുമെന്ന് പറയും. ഒരു സാംസ്കാരികമായ ഒരു പതഞ്ഞു പൊന്തൽ, ഒരു ആഘോഷം, ഒരു ആമോദം ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ആമോദത്തിൻ്റെ സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നെഗറ്റീവായിട്ടുമുണ്ട്. ഒരു പൊളിറ്റിക്കൽ മെമ്മറി ഒരു കളക്റ്റീവ് മെമ്മറിയായി കഴിയുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള ഒരു കൾച്ചറൽ എഫർവെസൻസ് ഉണ്ടാക്കും. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു യുദ്ധം തുടങ്ങി, ഒരു യുദ്ധമല്ല. ഇവിടെ ഈ പറയുന്ന പശ്ചിമേഷ്യൻ യുദ്ധക്കെടുതികളെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചുമല്ല, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ മെമ്മറി. നമ്മൾ നോക്കൂ, പിന്നെ ശ്രീ സന്തോഷ് കുമാറിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാര്യവട്ടത്ത് ഇതിൻ്റെ പ്രദർശനം പോയി കാണുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് പിടിക്കണം. ഞാനൊന്ന് പിടിച്ചോട്ടെ. ഈ കയ്യിൽ ഞാൻ പിടിക്കുമ്പോൾ ഞാൻ ഗാസയാണ് പിടിക്കുന്നത്. കാരണം ഗാസയിൽ നിരപരാധികളായ കുഞ്ഞുങ്ങൾ, അമ്മമാർ, കുട്ടികൾ, വൃദ്ധർ, ആ മുതലായവരെല്ലാം ഈ ഷെല്ലുകൾ വീണ് തകർന്ന്, എല്ലുകൾ തകർന്ന്, ഹൃദയം തകർന്ന് വരുമ്പോൾ പിന്നെ ശരീരത്തിലെ രക്തവും വെള്ളവും എല്ലാം തുടച്ചു കളഞ്ഞ കൈകൊണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഒരു ബിൽഡിങ്ങിൻ്റെ അവസാനത്തെ താഴത്തെ നിലയിൽ നിൽക്കുമ്പോൾ മുകളിലത്തെ നിലകളെല്ലാം ബോംബ് വീണ് തകർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തകരുന്ന, അപ്പം നമുക്കൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, സന്തോഷത്തോടെ പ്രസംഗിക്കാം. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന ഒരു യുദ്ധക്കളത്തിലേക്ക് ഒരു സേനാനിയേക്കാൾ ധീരതയോടെ പോയ നമ്മുടെ അഭിമാനമാണ് ഡോക്ടർ സന്തോഷ് കുമാർ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇങ്ങനെയുള്ള അപൂർവം മനുഷ്യർ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. നമുക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ കൊണ്ട്
നമുക്ക് ഇതൊക്കെ പറയാം. ഞാൻ പറഞ്ഞു വന്നതാണ്, ഒരു പൊളിറ്റിക്കൽ മെമ്മറിയായി ഗാസ മാറുന്നു, അതൊരു കളക്റ്റീവ് മെമ്മറിയായി ഗാസ മാറും. അതുണ്ടാക്കുന്നൊരു എഫർവെസൻസ് ഉണ്ട്, അവരുടെ ഈ പ്രതിഷേധത്തിൻ്റെ ഒരു പതഞ്ഞു പൊന്തലുണ്ട്. ആ പ്രതിഷേധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഈ അവസാനത്തെ ആകാശം എന്ന പുസ്തകത്തിൻ്റെ അവസാനം ഡോക്ടർ സന്തോഷ് കുമാർ പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: ഗസയിലെ മറ്റൊരു ദൗത്യം അവസാനിച്ചിരിക്കുന്നു, മൂന്നാമത്തെ ദൗത്യമാണ് അല്ലേ, ഇനി അവിടേക്ക് പോകേണ്ടി വരുമോ എന്നറിയില്ല, പോകേണ്ടി വരും, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. പോകേണ്ടി വന്നാൽ തന്നെ അപ്പോൾ ഗസയിൽ എത്ര പേർ അവശേഷിച്ചുണ്ടാകുമെന്നും നിശ്ചയമില്ല. ഇതാണ് അവിടെ നേരിട്ട് കണ്ട ഒരു മനുഷ്യൻ്റെ എന്താണ് ദൃക്സാക്ഷി വിവരണമാണ്. ആ വളരെ സന്തോഷകരമായ ഒരു ദൃക്സാക്ഷി വിവരണമല്ല, വളരെ വേദനയോടെയുള്ള ദൃക്സാക്ഷി വിവരണമാണെന്ന് ഈ ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾ അതോടൊപ്പം ഞാൻ പറയട്ടെ, ഇതെല്ലാവരും ഒന്ന് വാങ്ങിക്കണമെന്ന് കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം അത് നമ്മളെ പിടിച്ചു കുലുക്കും, നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ ഉലയ്ക്കുന്ന ചിത്രങ്ങളും വിവരണങ്ങളുമാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അത് ഈ അവസാനത്തെ ആകാശം എന്ന അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഈ ടൈറ്റിൽ തന്നെ ഈ മഹ്മൂദ് ദർവിഷിൻ്റെ ഒരു കവിത, ഈ അതേ പേരിലുള്ള ഒരു കവിതയിൽ നിന്നുമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹ്മൂദ് ദർവിഷ് നമുക്കറിയാം, ഈ അവരുടെ പലസ്തീനികളുടെ വേദനകളെ ഇത്രമാത്രം അതിശക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു കവിയില്ല മഹ്മൂദ് ദർവിഷ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേര് അദ്ദേഹം ഈ പുസ്തകത്തിൽ കോട്ടിട്ടുണ്ട്: വേർ ഷുഡ് ദ ബേർഡ്സ് ഫ്ലൈ ആഫ്റ്റർ ദ ലാസ്റ്റ് സ്കൈ. അവസാനത്തെ ആകാശം കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് പക്ഷികൾക്ക് പറക്കാൻ കഴിയുക? പക്ഷികൾക്ക് പറക്കാൻ പോലും ആകാശമില്ലാത്തിടത്ത് മനുഷ്യരുടെ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? അങ്ങനെയില്ല, പക്ഷികൾ പോലുമില്ല. അപ്പോൾ ഈ ഒരു പോരാട്ടം വിജയിക്കാത്ത ഒരു പോരാട്ടമായി ഈ പോരാട്ടം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദാർവിഷിൻ്റെ അവസാനത്തെ വരി, ആ കവിതയുടെ അവസാനിക്കുന്നത് എങ്ങനെയാണ്: ഹിയർ ആൻഡ് ഹിയർ അവർ ബ്ലഡ് വിൽ പ്ലാന്റ് ഇറ്റ്സ് ഒലിവ് ട്രീസ്. ഇവിടെ ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ ഒലിവ് മരങ്ങൾ നടും. ഞങ്ങളൊരു പക്ഷേ ഉണ്ടാകത്തില്ല, ഒരു മനുഷ്യൻ പോലും ഒരു പക്ഷേ ഗാസയിൽ ജീവിച്ചിരുന്നു എന്ന് വരില്ല. കാരണം അത്രമാത്രം ശക്തമായി ആ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം? ആ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സെറ്റ്ലർ കൊളോണിയലിസം. ഗാസയിൽ നടക്കുന്നത് സെറ്റ്ലർ കൊളോണിയലിസമാണ്. പാട്രിക് വുൾഫ് എന്ന് പറയുന്ന ചിന്തകൻ ഈ സെറ്റ്ലർ കൊളോണിയലിസത്തെ വളരെ മനോഹരമായി നിർവചിച്ചിട്ടുണ്ട്. എന്താ സെറ്റ്ലർ കൊളോണിയലിസം പറയുന്നത്? സെറ്റ്ലർ കൊളോണിയലിസം ഈസ് നോട്ട് ആൻ ഈവൻറ്റ്, ഇറ്റ്സ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറാണ്, ഒരു ഘടനയാണ് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത്. ആൻഡ് ദ ഹാർട്ട് ഓഫ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ ഹാർട്ട് ഓഫ് ഇറ്റ് ഈസ് എലിമിനേഷൻ. ഇതൊരു സ്ട്രക്ചറാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആശയം എന്ന് പറയുന്നത് എലിമിനേഷനാണ്. ആരെ എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഒരു പുറത്തു നിന്നുള്ള ഒരു കുറേ ആളുകൾ ഒരു രാജ്യത്ത് വരുന്നു, ആ രാജ്യത്ത് നിൽക്കുന്ന ആളുകളെ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരാണ് സെറ്റ്ലർ കൊളോണിയലിസം. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഡോക്ടർ സന്തോഷിനൊക്കെ അറിയാൻ പറ്റും, ഈ ഔദ്യോഗികമായ പ്രഖ്യാപിക്കുന്ന രേഖകൾ 73,400 ചില്ലുവാൻ പറ്റി. ലേറ്റസ്റ്റ് ഏറ്റവും ഇന്നലെ 10 പേരും മരിച്ചത് ഉൾപ്പെടെ 73,416 പേര് മരിച്ചു. അതല്ല വസ്തുത. 1,00,000-ലേറെ പേരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഏറ്റവും കുറഞ്ഞത് എന്നാണ്. കാരണം ഈ മണ്ണിൻ്റെ അടിയിൽ, കെട്ടിടങ്ങളുടെ അടിയിൽ പെട്ട് കിടക്കുന്ന 10,000-ങ്ങളുടെ കണക്കൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ 1,00,000-ലേറെ പേർ കൊല്ലപ്പെടുന്നു. എന്തിനു കൊല്ലപ്പെടുന്നു? കൊല്ലപ്പെടുന്നത് തങ്ങളുടെ രാജ്യം തങ്ങളുടേതാണ്, എൻ്റെ രാജ്യം എൻ്റേതാണ്, എൻ്റെ ഭാഷ എൻ്റേതാണ്, എൻ്റെ പരിസ്ഥിതി എൻ്റേതാണ്, എൻ്റെ കിളി പോലും എൻ്റേതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത. നമുക്കറിയാം, അദ്ദേഹത്തിന് പരിചയമുണ്ടാവും, ഈ പലസ്തീനിയൻ സൺബേർഡ് എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്. പലസ്തീൻ മാത്രമല്ല, ഇസ്രായേലിലൊക്കെ പറന്ന് നടക്കുന്ന ഒരു പക്ഷിയാണ്. ആ പലസ്തീൻ സൺബേർഡിൻ്റെ പേര് പോലും മാറ്റാൻ, ഈ പലസ്തീൻ എന്നുള്ള ആ പക്ഷിയുടെ പേരിൽ നിന്നും ആ പേര് പോലും മാറ്റാൻ ഇസ്രായേൽ ശ്രമിച്ചു എന്ന് നമ്മൾ ഓർക്കണം. നമുക്കൊരു രസകരമായ കാര്യം, ഈ പലസ്തീൻ എന്ന് പറയുന്ന മുഴുവൻ ജനതയും ഇല്ലാതായാലും പലസ്തീൻ ബേർഡ് കാണും, അത് ഇസ്രായേലിലൊക്കെ പറന്നു നടക്കും. അങ്ങനെ ഒരു വസ്തുതയുണ്ട്. അത് ആരും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേലിലൊക്കെ ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷേ അവരൊരു കാര്യം ചെയ്തു, ഈ പലസ്തീൻ ബേർഡ് വളരെ വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയുന്ന ഇഷ്ടപ്പെടുന്ന പക്ഷിയാണ്. അതുകൊണ്ട് ഇവരൊരു 2008 ഇസ്രായേൽ ഒരു കാര്യം ചെയ്തു, അവരുടെ ഔദ്യോഗിക പക്ഷിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അപ്പോൾ ഈ ഔദ്യോഗിക ബേർഡായിട്ട് ഉള്ള ഈ ബേർഡിന് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളത് അവർ വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ട് ഈ പലസ്തീൻ സൺബേർഡിനെ മാറ്റിയിട്ട് വേറൊരു പക്ഷിയെ തിരഞ്ഞെടുത്തു വരും. അങ്ങനെ ചെയ്തു വരും. കാരണം അതുപോലും, അതായത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ അവശിഷ്ടങ്ങളെപ്പോലും
ഇല്ലാതാക്കണം, ഈ പലസ്തീൻ എന്ന് പറയുന്ന പേര് പോലും ഉണ്ടാവരുത് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല യുദ്ധക്കെടുതിയോ അല്ലെങ്കിൽ യുദ്ധമോ അല്ല, യുദ്ധത്തിൻ്റെ രാഷ്ട്രീയമാണ് പ്രശ്നം. നമ്മൾ പറയും ഈ കാൾ വോൺ ക്ലാസ്വിറ്റ്സ് എന്ന് പറയുന്ന ഈ ജർമ്മൻ യുദ്ധതന്ത്രജ്ഞൻ നിരന്തരം പറയുന്ന ഒരു വാചകമുണ്ട്, വാർ ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് പൊളിറ്റിക്സ് ബൈ അതർ മീൻസ്. യുദ്ധമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള തുടർച്ചയാണ്. യുദ്ധമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, അല്ലേ സാറേ? സോമൻ സാറിനറിയാം, യുദ്ധമെന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയമാണ് നമ്മൾ കാണേണ്ടത്, രാഷ്ട്രീയത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് ഇവിടെ നടക്കുന്നതൊരു വംശഹത്യയാണ്. ഒരു 21-ാം നൂറ്റാണ്ടിലെ 1/4 ഭാഗം കടക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ വംശഹത്യ നടക്കുമ്പോൾ UN-ൻ്റെ സ്പെഷ്യൽ റപ്പോർട്ടിയർ ഫ്രാൻസിസ്ക അൽബനീസി റിപ്പോർട്ട് UN ഏർപ്പെടുത്തിയതാണ് അവരെക്കുറിച്ച് പഠിക്കാൻ. അങ്ങനെ UN ഏർപ്പെടുത്തി, അവർ പഠിച്ചു. അവർ 2025 ഒക്ടോബർ മാസം 20-ാം തീയതി ഒരു റിപ്പോർട്ട് വെച്ചു. ആ റിപ്പോർട്ടിൻ്റെ ജസ്റ്റ്, ആ റിപ്പോർട്ടിൻ്റെ സമ്മറിയിൽ ആദ്യത്തെ വാചകം ഇതാണ്: ദ ഓൺഗോയിങ് ജിനസൈഡ്. അറ്റാക്ക് എന്നൊന്നുമല്ല പറയുന്നത്, യുദ്ധമൊന്നുമല്ല അവർ പറയുന്നത്. എന്തൊരു ധീരതയോട് കൂടിയിട്ടാണ് അവർ പറയുന്നത്, ദ ഓൺഗോയിങ് ജിനസൈഡ്. ജനസൈഡ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് 1948 നവംബർ മാസം 9-ാം തീയതി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ 1948 ഡിസംബർ മാസം എല്ലാ വർഷവും ഡിസംബർ മാസം 10-ാം തീയതി നമ്മൾ മനുഷ്യാവകാശ ദിനം ആചരിക്കും, സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ആ സാർവദേശീയ മനുഷ്യാവകാശ ദിനം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ മാസം 10-ാം തീയതി വരുന്നതിന് തൊട്ട് മുമ്പ് ഒപ്പുവെച്ചൊരു പ്രഖ്യാപനമുണ്ട്. അത് ജിനസൈഡ് കൺവെൻഷനാണ്. ഈ വംശഹത്യക്കെതിരായിട്ടുള്ള കൺവെൻഷനാണ്. 5 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ആ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ: ഒരു ജനതയെ ഇല്ലാതാക്കൽ, ഒരു പ്രസവിച്ചും ജനിച്ചും കുട്ടികളെ വളർത്താനുള്ള സാഹചര്യം ഇല്ലാതാക്കൽ, ഒരു ജനതയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാതാക്കൽ, പൂർണ്ണമായും ഒരു ജനതയെ ഇല്ലാതാക്കൽ, അതായത് കുട്ടികളെ ഒരു രാഷ്ട്രത്തിൽ നിന്ന് വേറൊരു രാഷ്ട്രത്തേക്ക് നാട് കടത്തുന്നു എന്ന 5-ാമത്തെ ഘടകം ഒഴിച്ച് ബാക്കി 4 ഘടകങ്ങളും പൂർത്തീകരിക്കുന്നുണ്ട് ജനസൈഡ് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഫ്രാൻസിസ്ക അൽബനീസ് ഇത് പറയുന്നത്. അവർ വളരെ ധീരതയോടെ പറയാണ്, ദ ഓൺഗോയിങ് ജിനസൈഡ്. ലോകത്തിൻ്റെ മുമ്പിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു റിപ്പോർട്ടിന് മുമ്പിൽ വെക്കുകയാണ്. ഇന്ത്യയുടെ നമ്മുടെ വിശ്വഗുരു എന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്ന രാജ്യത്തിൻ്റെ മുമ്പിൽ പോലും വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ദ ഓൺഗോയിങ് ജിനസൈഡ് ഇൻ ഗാസ ഈസ് എ കളക്റ്റീവ് ക്രൈം. കളക്റ്റീവ് ക്രൈമാണ്. ഒരു രാജ്യം നടത്തുന്ന കുറ്റമല്ല, ഒരു കളക്റ്റീവ് ക്രൈമാണ്. വലിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് അവർ പറയുന്നുണ്ട്. ദ ഓൺഗോയിങ് ജിനസൈഡ് ഇൻ ഗാസ ഈസ് കളക്റ്റീവ് ക്രൈം സസ്റ്റെയിൻഡ് ബൈ ദ കോംപ്ലിസിറ്റി ഓഫ് ഇൻഫ്ലുവൻഷ്യൽ തേർഡ് സ്റ്റേറ്റ്സ്. അതായത് ഇത് ഞാൻ പരിഭാഷപ്പെടുത്തുന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദ ഓൺഗോയിങ് ജിനസൈഡ് ഇൻ ഗാസ ഈസ് കളക്റ്റീവ് ക്രൈം സസ്റ്റെയിൻഡ് ബൈ ദ കോംപ്ലിസിറ്റി ഓഫ് ഇൻഫ്ലുവൻഷ്യൽ തേർഡ് സ്റ്റേറ്റ്സ്. ആരൊക്കെ? തേർഡ് സ്റ്റേറ്റ്സ് that have enabled long-standing systemic violation of international law by Israel. 3-ാമത്തെ ശക്തമായ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു സംഘടിത കുറ്റമാണ് അല്ലെങ്കിൽ ക്രൈമാണ് ഈ നടക്കുന്നത്. അതിനെ ജിനസൈഡ് എന്നാണ് അവർ വിളിക്കുന്നത്. ആ ജിനസൈഡ് നമ്മുടെ കൺമുമ്പിൽ ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങളും ഇത്രയും അറിവുകളും നമുക്കെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന നിരപരാധികളായ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന, അദ്ദേഹം പറയുന്നത് നമുക്ക് വാസ്തവത്തിൽ വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം ഭക്ഷണത്തിന് വേണ്ടി, അതായത് ഇത്രയും വലിയ ക്രൂരമായ ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആ ക്രൂരമായ ആക്രമണത്തിനെതിരായ ആ ശക്തിക്കെതിരായിട്ട് അല്ല പൊരുതുക, പരസ്പരം ഭക്ഷണത്തിന് വേണ്ടി നാട്ടുകാർ പൊരുതി മരിക്കുകയാണ്. അവരെ പോലും ചികിത്സിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത്തരമൊരു മനുഷ്യത്വരഹിതമായ, അതായത് ഈ വേട്ടപ്പട്ടികൾ പരസ്പരം പോരടിക്കുന്ന ഒരു കിരാത ബാർബേറിയൻ സമൂഹം പോലെ ആ സമൂഹത്തെ മാറ്റിയിരിക്കുന്നു. ഇന്ന് ആര് മാറ്റിയിരിക്കുന്നു? ഇസ്രായേൽ അല്ല മാറ്റിയത്, വാസ്തവത്തിൽ നമ്മളെല്ലാം മാറ്റിയെന്ന് പറയാം. നമ്മളെല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ലോകത്ത് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർ സന്തോഷിനെ പോലെയുള്ള ആളുകൾ മാത്രം പോയാൽ പോരാ, എല്ലാവരും പോകണം. എന്താണ് ഇവിടെ നടക്കുന്നത്? സെറ്റിലർ കൊളോണിയലിസമാണ് നടത്തുന്നത്. സെറ്റിലർ കൊളോണിയലിസം എങ്ങനെ നടത്താൻ കഴിയും? നമുക്കെല്ലാവർക്കും അറിയാം. സെറ്റിലർ കൊളോണിയലിസം ഏത് രാജ്യങ്ങളിൽ ചെന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം അവിടെ ജീവിച്ചിരുന്ന ആദിവാസികളെ കൊല്ലുകയോ ആട്ടിപ്പായിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ അതല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കുറച്ച് പേരെ നിർത്തുകയോ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നടന്നിട്ടുണ്ട്, ന്യൂസിലാൻഡിൽ നടന്നിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ നടന്നിട്ടുണ്ട്, അർജൻറ്റീനയിൽ നടന്നിട്ടുണ്ട്. ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സെറ്റിലർ കൊളോണിയലിസം എവിടെ കാലുകുത്തിയോ
അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം ഇല്ലാതാകും, അവർ അവിടെ വിട്ടു പോകേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം 1917 ഡാൽഫർ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്, ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്. ബാൽഫർ പ്രഭു എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് ഒരു രാഷ്ട്രമുണ്ടാക്കാനുള്ള അനുവാദം കൊടുക്കണം. ബാൽഫർ ഡിക്ലറേഷൻ പറഞ്ഞു 1917. എന്താ പറഞ്ഞത്? പലസ്തീനികൾ താമസിക്കുന്ന ഇടത്ത് യഹൂദർക്ക് താമസിക്കാൻ ഇടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശവും അവിടെ പലസ്തീനികളുമുണ്ട് എന്ന് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള ബാൽഫർ അംഗീകരിച്ചു. അതിനുശേഷം 1948 നമുക്കറിയാം, 1947 ഐക്യരാഷ്ട്ര സംഘടന ഇവിടെ യഹൂദന്മാരെ ഇവിടെ താമസിപ്പിക്കണോ വേണ്ടയോ, അവർക്ക് എത്ര ശതമാനം സ്ഥലം കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് കമ്മീഷനെ വെച്ച് കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ പറഞ്ഞു, അവിടെ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യയിൽ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള യഹൂദന്മാർക്ക് 55% സ്ഥലവും ബാക്കിയുള്ള പലസ്തീനികൾക്ക് 45% സ്ഥലവും കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ എഗ്രിമെൻറ്റിന് എതിരായി പലസ്തീനികൾ നിന്നത്. പക്ഷേ 1948 മെയ് മാസം 14 ഈ മാൻഡേറ്റ് പീരീഡ്, അതായത് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു അന്ന് പലസ്തീൻ പ്രദേശം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. ആ മാൻഡേറ്റ് പീരീഡ് അവസാനിക്കുന്ന 1948 മെയ് മാസം 14 ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഫസ്റ്റ് പ്രധാനമന്ത്രി എന്ത് പ്രഖ്യാപനം നടത്തിയത്? ഇസ്രായേലിൻ്റെ രാഷ്ട്രം പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് പ്രഖ്യാപിച്ചത്? പലസ്തീൻ പ്രദേശത്ത് യഹൂദർക്ക് വേണ്ടി ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ പോലും ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഉണ്ട് എന്ന് അസന്നിഗ്ധമായി അംഗീകരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചു. ഇതൊക്കെ അംഗീകരിച്ച സ്ഥലത്തേക്കാണ് ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ കടന്നു കയറ്റി അവിടെ ഈ ഒരു ആക്രമണം നടത്തുന്നത്. 1948 മാത്രം 7 ലക്ഷം ആളുകൾ ഇവരുടെ ഈ യഹൂദരുടെ ആക്രമണത്തിൻ്റെ ഫലമായ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ആൾക്കാർ പറയുന്നത് ഒക്ടോബർ മാസം 7 2020 ഒക്ടോബർ മാസം 7 നടന്ന സംഭവമാണ് എല്ലാവരും പറയുന്നത്. ഒക്ടോബർ മാസം 7 മുമ്പ് 1917 മുതൽ നടക്കുന്ന കുടിയേറ്റം, യഹൂദരുടെ കുടിയേറ്റം, ബ്രിട്ടീഷുകാരുടെ സൈനിക പരിശീലനം നൽകിയ യഹൂദന്മാർ അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം. ഇപ്പോൾ നിങ്ങൾ അൽ ജസീറയോ അല്ലെങ്കിൽ BBC ഒക്കെ കാണുന്നെങ്കിൽ അറിയാം, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട യഹൂദ പ്രദേശമാണ്, ഈ പലസ്തീൻ പ്രദേശമാണ്. ആ പലസ്തീൻ പ്രദേശത്ത് കടന്നു കയറി വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തി വീണ്ടും അവരുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്നു. നഗ്നമായ ആരെതിർക്കുന്നു? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, എല്ലാം ഉണ്ട്, റഷ്യയുണ്ട്. ആരും പ്രതികരിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ വംശഹത്യ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ രാജ്യങ്ങളുടെ നാവുകൾ പൊന്തുന്നില്ല എന്ന വളരെ പ്രയാസകരമായൊരു സാഹചര്യമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില ഐക്യരാഷ്ട്ര സംഘടനയിലൊക്കെ റെസൊല്യൂഷൻസ് വരുമ്പോൾ ചൈനയും റഷ്യയും ഒക്കെ പ്രതിഷേധിക്കുന്നുള്ളതല്ലാതെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? അതിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ആഗോളതലത്തിലുള്ള മേധാവിത്വം, ഹെജിമണി, ആ ആഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് പോകണം. ആ രാജ്യം തളരുകയാണ്. പക്ഷേ ആ രാജ്യം ഓരോ പ്രദേശത്ത് റീജിയണിൽ നിന്ന് നിൽക്കുന്ന മേധാവികളുടെ സഹായത്തോടു കൂടിയിട്ട് അവരുടെ ആഗോള മേധാവിത്വം നിലനിർത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ രാഷ്ട്രീയ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കണം. എല്ലാ ആക്രമണങ്ങളുടെ പിന്നിലും, എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും, എല്ലാ അന്തർദേശീയ സംഘടനകളുടെ പിന്നിലും അമേരിക്കയുടെ ഈ രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് എന്താണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം? പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ ഒരു ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്. ബൈബിൾ വായിച്ചുള്ളവർക്കറിയാം. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്, എററ്റ്സ് ഇസ്രായേൽ എന്ന് പറയുന്നത്, വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വലിയ ലക്ഷ്യമാണ്. ഇസ്രായേലിൻ്റെ ആ വലിയ ലക്ഷ്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ പലസ്തീൻ ഇപ്പം പറയും ഈ ബെൻഗിർ എന്നും ബസാലേൽ സ്മോട്രിച്ച് എന്നൊക്കെ പറയുന്ന 2-3 മന്ത്രിമാരുണ്ട് അവിടെ. ഇദ്ദേഹത്തിൻ്റെ തീവ്ര വലതുപക്ഷ വംശീയ നേതാക്കന്മാരാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഈ സെക്യുലർ ആയിട്ടുള്ള ആളുകളുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ. അവർ പറയാണ്, യോർദാൻ നദിയുടെ പടിഞ്ഞാറും മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കും പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇല്ല. അങ്ങനെ ഒരു പ്രദേശമേ ഇല്ല. ഈ അടുത്ത കാലത്ത് ബെഞ്ചമിൻ നെതന്യാഹു എന്നവർ പ്രധാനമന്ത്രി പറഞ്ഞു, പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഒരു രാജ്യം അവർ തന്നെ അംഗീകരിച്ച പലസ്തീൻ എന്നൊരു പ്രദേശമുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ബാൽഫർ ഡിക്ലറേഷനും ഡേവിഡ് ബെൻഗൂറിയനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ ഇടത്ത് ഇപ്പോൾ പറയാണ്, 2026 പറയാണ് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ, ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായും പിടിച്ചടക്കി. പലസ്തീൻ എന്ന പ്രദേശം മാത്രമല്ല, സിറിയയുടെ പ്രദേശം,
യോർദാൻ്റെ പ്രദേശം, ഈജിപ്തിൻ്റെ പ്രദേശം, ഇങ്ങനെയുള്ള ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ട് ഈ ബൈബിളിൽ പറയുന്ന വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന സയനിസ്റ്റ് ഐഡിയയാണ്. സയനിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രമിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഈ പലസ്തീൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കും ഇപ്പോൾ ഈ പറയുന്ന ഗാസയാണുള്ളത്. 365 ചതുരശ്ര കിലോമീറ്റർ ആ സ്ഥലം. ആ 365 ചതുരശ്ര കിലോമീറ്ററിലാണ് 20 ലക്ഷം ആളുകൾ ഈ ജീവിക്കുന്നത്. ആ 365 ചതുരശ്ര കിലോമീറ്ററിന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം സന്തോഷ് സാറും ഈ പുസ്തകത്തിൽ ഈ തുറന്ന ജയിൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. എന്തായാലും തുറന്ന ജയിലാണ്. ആ തുറന്ന ജയിലിൽ എന്താ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ കുട്ടികൾ ഗെയിം കളിക്കും, വെടിവെച്ച് ബോംബിട്ട് ആളുകളെയൊക്കെ കൊല്ലുന്ന ഗെയിംസ് ഉണ്ട്. ഏതാണ്ട് ആ ഗെയിമിൻ്റെ മാതിരി ഈ ആളുകളെ ബോംബിട്ടും, അതായത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചിന്ന ഭിന്നമായി പോകും, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ചിന്ന ഭിന്നമായി പോകും. അങ്ങനെ ജീവിത സാഹചര്യം നമ്മൾ കേട്ടാലും കണ്ടാലും മറക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ടെൻറ്റുകളിൽ ശുദ്ധജലമില്ലാത്ത മലിനജലം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് നിർവചിക്കാൻ കഴിയത്തില്ല, അദ്ദേഹം അത് നിർവചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മലിനജലം ദാഹം കൊണ്ട് കുടിക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ കുടിക്കുന്ന ആ ജനതയെ ബോംബിട്ട് തകർത്ത് കളയുന്ന രീതി. ഒരു ലെവൻഡോസ്കി എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, യഹൂദനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ബോംബാക്രമണങ്ങൾ യഹൂദ പലസ്തീൻ ജനതയുടെ മുകളിൽ നടത്തുന്ന ഓരോ തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളുണ്ട്. ഈ ആക്രമണങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ട് ഈ ആയുധ കമ്പോളത്തിൽ അവർ ഷോ ചെയ്യും. ഞങ്ങളുടെ പ്രിസിഷൻ ബോംബാക്രമണം, ഞങ്ങളുടെ ഈ മിസൈൽ ആക്രമണം, ഇങ്ങനെയാണ് ആളുകളെ കൊല്ലുന്നത് എന്ന് ലൈവായിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഒരു പരീക്ഷണശാലയായി ഈ പാലസ്തീനിയൻ ലബോറട്ടറി എന്നാ പുസ്തകത്തിൻ്റെ പേര്, ആ പരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ട്, അതായത് ഇവിടെ ഞങ്ങളുടെ പരീക്ഷണ മൃഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, അവരെ കൊന്നൊടുക്കുന്ന രീതി നിങ്ങൾ കണ്ടോ, എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ്. ആ സൂക്ഷ്മതയിലേക്ക് ഇന്ത്യയും സംഭാവന ചെയ്യുന്നുണ്ട്. അംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റെക്കോർഡ് പ്രകാരം ഈ 2003 ഒക്ടോബർ മുതൽ 2025 നവംബർ വരെ 2596 ഷിപ്മെൻറ്റുകൾ, മിലിറ്ററി റിലേറ്റഡ് ഷിപ്മെൻറ്റുകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലോസീവ്സ്, പിന്നെ സ്മോൾ മിലിറ്ററി വെപ്പൺസ്, ദെൻ ഈ പറയുന്ന ഈ മിലിറ്ററി വാഹനങ്ങളുടെ, സൈനിക വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ 2596 മിലിറ്ററി റിലേറ്റഡ് ഷിപ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ചെയ്യരുത് എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്തായാലും ഇതൊരു യുദ്ധക്കുറ്റമാണ് പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധക്കുറ്റത്തിൽ നിങ്ങൾ പങ്കാളിയായി ആകുന്ന ഘട്ടം വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ റിപ്പോർട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ കാണണം, നമ്മളെന്താ പറയുന്നത് പലസ്തീനും ഇസ്രായേൽ വിഷയത്തെക്കുറിച്ച്. ഞങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് സൗഹൃദമുണ്ട്, ഞങ്ങൾക്ക് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ 2023 ഒക്ടോബർ 7 ശേഷം ഈ 2596 ഏതാണ്ട് 3000-ഓളം മിലിറ്ററി റിലേറ്റഡ് ഷിപ്മെൻറ്റുകൾ നമ്മൾ നടത്തുമോ? നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ്, 3-ാം ലോക രാജ്യങ്ങളുടെ നേതാവാണ് നമ്മൾ. ആരാ 3-ാം ലോകം? ഇസ്രായേൽ 3-ാം ലോകം ആണോ? ഇസ്രായേൽ 3-ാം ലോകമല്ല. പാശ്ചാത്യ വികസിത രാജ്യങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. പിന്നാരാ 3-ാം ലോകം? പലസ്തീനാണ്. എല്ലാ ഇമ്പീരിയലിസത്തിനെതിരായ, കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആ സമരങ്ങളോട് ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്ന, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ 2014 ശേഷം അത് മാറി. 2014 ശേഷം ഇവിടെ BJP അധികാരത്തിൽ വന്നു. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു, ഈ സയനിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ ഒരു യഹൂദ രാഷ്ട്രം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഞങ്ങളുടെ ഈ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രവും ഈ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രവും അനിയൻ ബാവയും ചേട്ടൻ ബാവയാണ്, സഹോദരങ്ങളാണ്, ഇരട്ടപ്പറ്റ മക്കളാണ്. അപ്പം അത് വേണം. അപ്പം ഈ സംഘപരിവാറും സയനിസ്റ്റ് പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ഈ ഇഴപിരിയാത്ത ബന്ധം, ആ ബന്ധത്തിൻ്റെ പ്രഖ്യാപനമാണ് 2017 നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ രാഷ്ട്രം സന്ദർശിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പ്രഖ്യാപിച്ചത്. നിങ്ങൾ ഓർക്കണം, 2023 ഇപ്പോൾ നടക്കുന്ന യുദ്ധം, വേറൊരു യുദ്ധം നടക്കുന്ന ഇറാൻ, ഞാൻ അതിലൊരു ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഇറാനും ഇസ്രായേലും അമേരിക്കയും നടന്ന യുദ്ധം ഫെബ്രുവരി മാസം 28-ാം തീയതി 2026 ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ആ യുദ്ധം ഉണ്ടായത്. ആ രാജ്യത്തേക്ക് ഈ ലോക നേതാക്കന്മാർ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഈ കൊള്ളാവുന്ന പേരെടുത്ത് പറയാവുന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവും ആ രാജ്യത്തിലേക്ക് പോയില്ല. അങ്ങനെ പോകാതിരിക്കുമ്പോൾ യുദ്ധം തുടങ്ങുന്നതിൻ്റെ കയറും 2 ദിവസം മുമ്പ് ഫെബ്രുവരി മാസം 26-ാം തീയതി ഒരു നേതാവ് പോയി.
ഒരു വലിയ ലോകത്തിലെ വലിയ ജനാധിപത്യം. ഈ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയും. നമ്മൾ ലാർജസ്റ്റ് ഡെമോക്രസി എന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ അങ്ങ് മദർ ഓഫ് ഡെമോക്രസി എന്നവർ പറയും. എന്താ ഡെമോക്രസി എന്നൊരു അർത്ഥമെന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു, അത് വേറെ കാര്യം. അങ്ങനെ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവ് ഒരു രാജ്യത്തിനെതിരെ നിയമവിരുദ്ധമായ യുദ്ധം നടത്താൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടുത്തം അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് സ്റ്റൈലാണ്, ഡിപ്ലോമസിയാണ്. കെട്ടിപ്പിടിച്ചു. പാർലമെൻറ്റിനെ, അവിടുത്തെ പാർലമെൻറ്റിനെ അഭിസംബോധന കൊണ്ട് പറഞ്ഞു, വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ട് ഞങ്ങളുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. വംശഹത്യ എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ഇല്ലീഗൽ തിങ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യത്ത്, ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ നേതാവിനോട് പറയാണ്, നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൊള്ളാരുതായ്മയ്ക്കും ഞങ്ങൾ കൂടെയുണ്ട്, ഇനി കാണിക്കാൻ പോകുന്ന കൊള്ളരുതായ്മയ്ക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ചു നമ്മുടെ നേതാവ്, നമ്മുടെ പ്രധാനമന്ത്രി. നമുക്ക് വാസ്തവത്തിൽ ഇത് എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എവിടെ. അപ്പം ഞാനതുകൊണ്ടായി ഈ പുസ്തകത്തെക്കുറിച്ച്, പിന്നെ ഈ പുസ്തകത്തിലെ അവസാനത്തെ വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചത്. ഒറ്റ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്താ സംശയമില്ലാത്ത കാര്യം? സംശയമില്ലാത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഡോക്ടർ സന്തോഷ് കുമാറിന് പോകേണ്ടി വരും. ഒരു 5-6 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ പലസ്തീൻ എന്നുള്ള പേര് പോലും ഉണ്ടാവില്ല, പലസ്തീൻകാരുണ്ടാവില്ല. എന്താ കാര്യം? സെറ്റ്ലർ കൊളോണിയലിസം എവിടെ കാലുകൾ വെച്ചു പോകും. ആ സെറ്റ്ലർ കൊളോണിയലിസത്തിന് സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ശക്തി നിലനിൽക്കുന്നുവോ ആ കാലത്തോളം സെറ്റ്ലർ കൊളോണിയലിസം വിജയിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം, ഇവർ പറയുന്നത് പോലെ, ഇദ്ദേഹം പറയുന്ന പോലെ, ഞങ്ങൾ അവസാനം ഇല്ലാതായി കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ പലസ്തീനികളുടെ രക്തം വീണ ആ മണ്ണിൽ ഒലിവ് മരങ്ങൾ വളർന്നേക്കാം. ആ ഒലിവ് മരങ്ങളെയും അവർ പിന്നെ ഇസ്രായേലിൽ കെട്ടിപ്പുണരുകയും അവരുടെ സ്വന്തമാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം, അതായത് നമ്മൾ ലോക ജനത മുഴുവൻ ഈ ഗാസയിലെ മാത്രമല്ല ഈ പലസ്തീനിലെ മുഴുവൻ ജനതയ്ക്കും പിന്നെന്താണ് ഈ അഭിവാദ്യം അർപ്പിക്കുകയോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ പിന്തുണ പ്രഖ്യാപിക്കുകയോ, നമ്മുടെ ഈ ആൻ്റോണിയോ ഗ്രാംഷിയൊക്കെ പറയുന്ന പോലെ ഈ പ്രാക്സിസ് എന്ന് പറയുന്ന, അതായത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടി പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്നതാണ് പ്രാക്സിസ് എന്ന് പറയുന്നത്. അത്തരമൊരു പ്രാക്സിസ്, അതായത് ഈ ജനതയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഡോക്ടർ സന്തോഷ് കുമാർ ചെയ്ത പോലെ അവിടെ നമുക്ക് ഇറക്കും ഗാസയിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഇടങ്ങളിൽ, അത് എഴുത്തിലൂടെയായാലും സംഭാഷണത്തിലൂടെയായാലും റാലികളിലൂടെയായാലും സെമിനാറുകളിലൂടെയായാലും, ഈ നടക്കുന്ന വംശഹത്യയാണ്, ഇതിനോട് ഭരണകൂടങ്ങൾ സക്രിയമായി പ്രതികരിക്കണം എന്ന് പറയാൻ കഴിയുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ നമ്മളൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. നമുക്ക് ഈ പിന്നെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണണം എന്നുള്ള വളരെയധികം ആഗ്രഹത്തോടു കൂടിയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കരങ്ങളെ ഗ്രസിക്കണം എന്ന് കരുതിയിട്ടാണ് വന്നത്. ആ കരങ്ങളിൽ നിന്നും കുറച്ച് ഗാസയുടെ വികാരം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമെങ്കിൽ അതും കൂടി ആവാഹിച്ചുകൊണ്ട് വേണം സംസാരിക്കണം എന്നുകൊണ്ടാണ് ഞാൻ സാറ് വന്നപ്പോൾ സാറിൻ്റെ കൈകളിൽ ഒന്ന് പിടിച്ചാണ് സംസാരിക്കാൻ ശ്രമിച്ചത്. എന്തായാലും നമ്മൾ ധീരന്മാരാണ് മലയാളികൾ. ധീരനായ ഡോക്ടർ സന്തോഷ് കുമാറിനെ ഈ ധീരമായ യത്നത്തിൽ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും സാറിന് ഇനി പോകേണ്ടി വരില്ല എന്ന് ഞാൻ മുൻകൂട്ടിയായി പറയുകയും ചെയ്തുകൊണ്ട്, ഇതൊരു യുദ്ധമാണ്, ഇതൊരു യുദ്ധമല്ല, ഇതൊരു രാഷ്ട്രീയമാണ്, അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയമാണ്, ചെറുക്കപ്പെടേണ്ട രാഷ്ട്രീയമാണ്. ആ ചെറുക്കപ്പെടേണ്ട രാഷ്ട്രീയത്തിന് നമുക്കെല്ലാവർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.